Hello everyone, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ പി ഡി എന്റെ രണ്ട് എക്സാമ്പിൾസ് സോൾവ് ചെയ്യും. Alright. So let's get started. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പി ഡി എ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എ റേസ് ടു എൻ ബി റേസ് ടു എൻ. സപ്പോസ് നമ്മുടെ ലാംഗ്വേജ് എ റേസ് ടു എൻ ബി റേസ് ടു 2n ആണ് ആൻഡ് എൻ റേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Alright. That means എത്ര എസ് ഉണ്ടോ അതിന്റെ ഡബിൾ ബീസ് കോൺസെക്യൂട്ടീവ് ആയിട്ട് എ കഴിഞ്ഞിട്ടേ ബി വരാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ പി ഡി എ വെച്ചിട്ട്. ഇത് ക്ലിയർലി റെഗുലർ ലാംഗ്വേജ് അല്ല. ഇതിൽ ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. സോ നമുക്കിത് പി ഡി എ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഇറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ പി ഡി എ വെച്ച് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. സോ നമ്മൾ എന്താണ് നമ്മുടെ ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റേറ്റ് എടുത്തു. നമുക്ക് 3 സ്റ്റേറ്റും എടുക്കാം. ഓൾറൈറ്റ്, ഇവിടെ ഞാൻ 2 സ്റ്റേറ്റ് എടുത്തോളൂ, Q0 Q1. ആൻഡ് നമ്മുടെ ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്താണ്, എ ആൻഡ് ബി ആണ്. ഓൾറൈറ്റ്. ആൻഡ് ഇത് നമുക്കറിയാം നമ്മുടെ സ്റ്റാക്ക് ആൽഫബറ്റ് ആണ്. ഓക്കെ, സോ ആൻഡ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ആണ്. സോ നമുക്ക് തുടങ്ങാം. സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ എ എ ബി 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 ബി. റൈറ്റ്, ഇവിടെ നമുക്കറിയാം 2 A's ഉണ്ട്. അപ്പൊ 2 A's ആണെങ്കിൽ ബി എത്ര ഉണ്ടാവണം, ജസ്റ്റ് ഡബിൾ, ദാറ്റ് മീൻസ് 4 B's ഉണ്ടാവണം. ഓൾറൈറ്റ്, നമ്മളൊരു സ്റ്റാക്ക് എടുക്കാം. റൈറ്റ്, സ്റ്റാക്കിൽ നമ്മുടെ ഇനീഷ്യൽ നമുക്കറിയാം ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് എന്തായിരിക്കും, Z ആയിരിക്കും. റൈറ്റ്, സോ ഇറ്റ് ഈസ് സോർട്ട് ഓഫ് ഗിവൺ. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ സീസ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മുടെ ഐഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഐഡിയ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു എക്സാമ്പിൾ, നമ്മുടെ എക്സാമ്പിൾ എ എ ബി 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 ബി. റൈറ്റ്, നമുക്കറിയാം നമ്മുടെ സ്റ്റാക്കിൽ നമുക്ക് 2 ഓപ്പറേഷനെ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ആർ ദേ, പുഷ് ആൻഡ് പോപ്പ്. സോ സിൻസ് എത്ര എ വരുന്നു അതിന്റെ ഡബിൾ ബീസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലോജിക്കലി ആലോചിക്കും. റൈറ്റ്, ആദ്യത്തെ എ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 സ്റ്റാക്ക് സിമ്പിൾസിനെ പുഷ് ചെയ്യും. റൈറ്റ്, അടുത്ത എ വരുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ 2 സ്റ്റാക്ക് സിമ്പിൾസിനെ പുഷ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്, കാരണം ഇനി അടുത്ത ബീസ് വരുമ്പോൾ ഓരോ ബീസ് വരുമ്പോൾ ഇത് എന്ത് ചെയ്താൽ ഇതിനെ പോപ്പ് ചെയ്താൽ മതി. റൈറ്റ്, അപ്പൊ എന്താണ്, നമുക്ക് എത്ര നമ്പർ സി എ എ ബി 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 അക്സെപ്റ്റ് ആവും. റൈറ്റ്, ദാറ്റ് മീൻസ് സപ്പോസ് എ വന്നപ്പോൾ നമ്മൾ 2 A ഇട്ടു, അടുത്ത എ വന്നപ്പോൾ 2 ക്യാപിറ്റൽ എ ഇട്ടു. നമ്മുടെ ഇതെന്താ, സ്റ്റാക്ക് സിമ്പിൾ ആണ്. ഇനി ഓരോ ബി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ പോപ്പ് ചെയ്താൽ മതി. റൈറ്റ്, ആദ്യത്തെ ബി വന്ന് പോപ്പ് ചെയ്തു, രണ്ടാമത്തെ ബി വന്നു പോപ്പ് ചെയ്തു, മൂന്നാമത്തെ ബി വന്നു പോപ്പ് ചെയ്തു, നാലാമത്തെ ബി വന്നു പോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ നൾ കാണുവാണ്, നൾ വന്നു, Z വന്നു, ദാറ്റ് മീൻസ് എന്താണ്, ഇത് അക്സെപ്റ്റഡ് ആയി. റൈറ്റ്, സോ നമ്മൾ എന്താണ്, ഇവിടെ 4 ബീസ്, ദാറ്റ് മീൻസ് ഇവിടെ ട്വൈസ് ബീസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എ വരുമ്പോൾ എല്ലാം 2 A's നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ സപ്പോസ് എ റേസ് ടു എൻ ബി റേസ് ടു 3n ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, സപ്പോസ് എ എ അപ്പൊ എന്തായിരിക്കും, ബി 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 ബി. റൈറ്റ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ എ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 A'സിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ A'സിനെ പുഷ് ചെയ്യണം. റൈറ്റ്, അപ്പൊ നമ്മൾ ഓരോ കറസ്പോണ്ടിങ് ഓരോ ബീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് പോപ്പ് ചെയ്താൽ മാത്രം മതി. റൈറ്റ്, സോ ഇത് നമ്മുടെ ഒരു ബേസിക് ലോജിക് ആണ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓൾറൈറ്റ്, സോ മൂവിങ് ഫോർവേഡ്. സോ എന്താണ്, നമുക്ക് സ്റ്റേറ്റ്സ് ഉണ്ട്. Q0 സ്റ്റേറ്റിൽ നമ്മൾ എനെ താഴെ നോക്കുക, എനെ റീഡ് ചെയ്തു, ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, Z ആണ്. അതാണ് ഇതിന്റെ അർത്ഥം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, Q0 സ്റ്റേറ്റിൽ തന്നെ നമ്മൾ നമ്മുടെ പി ഡി നിൽക്കും. നമ്മൾ 2 ക്യാപിറ്റൽ A'സിനെ Z-ലോട്ട്, ദാറ്റ് മീൻസ് Z ബോട്ടം ആണ്, നമ്മുടെ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും. റൈറ്റ്, അതാണ് അതിന്റെ മീനിങ്. റൈറ്റ്, സോ ഫോർ എവറി എ ഇൻ ദ സ്ട്രിംഗ് പുഷ് 2 ക്യാപിറ്റൽ A's. അതെന്താണ്, സ്റ്റാക്ക് സിമ്പിൾ ഇൻ ടു ദി സ്റ്റാക്ക്. റൈറ്റ്, ലൈക്ക് ദിസ്. നമുക്കറിയാം നമ്മൾ എന്ത് കിട്ടി, 2 A's നമ്മൾ പുഷ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മുടെ സിനാരിയോ നമ്മൾ Q0 തന്നെയാണ്. വീണ്ടും നമ്മൾ എന്താണ്, അത് അടുത്ത സിനാരിയോ നമ്മൾ നോക്കുന്നത്, അടുത്ത എ വായിക്കുമ്പോൾ. റൈറ്റ്, അടുത്ത എ വായിക്കുമ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, ക്യാപിറ്റൽ എ ആണ്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ക്യാപിറ്റൽ എ ആണ്, വീണ്ടും 2 A's നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, ലൈക്ക് ദിസ്. റൈറ്റ്, നമ്മൾ ചെയ്തു കഴിഞ്ഞു. എനി സിറ്റുവേഷനിൽ നമ്മുടെ ഫോർ എവറി ബി ഇൻ ദ സ്ട്രിംഗ്, ഇനി ബി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ വരുമ്പോൾ നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇനി ബി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻ ദ സ്ട്രിംഗ് പോപ്പ് A's. റൈറ്റ്, നമ്മൾ A'സിനെ നമ്മൾ പോപ്പ് ചെയ്ത് വിടും. റൈറ്റ്, സോ പോപ്പ് A's ഫ്രം ദി സ്റ്റാക്ക്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, യു ക്യാൻ സീ സംതിങ് ലൈക്ക് ദിസ്. Q0 ബി വന്നു, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ക്യാപിറ്റൽ എ ആണ്. നമ്മൾ അടുത്ത സ്റ്റേറ്റിലോട്ട് പോവും പോപ്പ് ചെയ്തതിന് ശേഷം. റൈറ്റ്, സോ എന്താണ്, യു ക്യാൻ സീ എനി Q1
സ്റ്റേറ്റിലാണ്, ബി റീഡ് ചെയ്തു, വീണ്ടും എ തന്നെയാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്, നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പുഷ് പോപ്പ് ചെയ്യണം, റൈറ്റ്. അതുപോലെ തന്നെ വീണ്ടും ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ നിൽക്കുവാണ്. നമ്മൾ Q1 സ്റ്റേറ്റിലാണ്, ബി നമ്മൾ വായിച്ചു, റൈറ്റ്. വിച്ച് ബി, നമ്മൾ ദിസ് ബി, റൈറ്റ്. ഇത് വായിച്ചു, നമ്മൾ എന്ത് ചെയ്യുവാണ്, പോപ്പ് ചെയ്യുവാണ്. അഗെയിൻ നമ്മൾ ലാസ്റ്റ് ബി നോക്കുവാണ്. ലാസ്റ്റ് ബി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, ക്യാപിറ്റൽ എ ആണ്. വീണ്ടും നമ്മൾ പോപ്പ് ചെയ്തു. ഇനി അടുത്ത സിനാരിയോ എന്താണ്, നമ്മൾ ഒന്നുമില്ല, നമ്മൾ മൊത്തം വായിച്ചു കഴിഞ്ഞു. അടുത്ത എന്താണ്, നൾ സ്ട്രിംഗ് വരുവാണ്, സോറി നൾ സിമ്പിൾ വരുവാണ്. നൾ സിമ്പിൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്തായിരിക്കും, Z ആയിരിക്കും. Q1 തന്നെ നിൽക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട. ഓൾറൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് Q2 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുത്തോട്ട് അവിടെ ഫൈനൽ ആക്കാം. അല്ലെങ്കിൽ Q1 തന്നെ നിന്നിട്ട് പറയാം, നമ്മൾ Z നമ്മൾ കണ്ടു, ദാറ്റ് മീൻസ് എന്താണത്, അക്സെപ്റ്റ് ആയെന്നും പറയാം. വിച്ച് എവർ യു ലൈക്ക്. ഓൾറൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമ്പിൾ നോക്കിയത്. ഇതിന് നമുക്കൊരു നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം കൂടെ നോക്കാം. ഇങ്ങനെ ഇരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം. എങ്ങനെയാണ്, നമുക്കറിയാം എ വന്നു, എ Z ഇനീഷ്യൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 A's ഇട്ടു, റൈറ്റ്. ആൻഡ് എ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ആണെങ്കിൽ വീണ്ടും 2 A's ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ആണ്, റൈറ്റ്. അത് Q0 തന്നെ നിൽക്കും. ഇനി ബി വന്നു, എ ആണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്, പോപ്പ് ചെയ്യുക, പോപ്പ് ചെയ്തിട്ട് Q1 സ്റ്റേറ്റിലോട്ട് വരിക, റൈറ്റ്. ഇനി ബി തന്നെ നിൽക്കുക, Q1 സ്റ്റേറ്റിലാണ്, ബി വന്നു, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ആണ്, പോപ്പ് ചെയ്യുക. ഇനി എന്താണ്, പോപ്പ് ചെയ്ത് നമ്മൾ എന്താണ്, നമ്മൾ റീഡ് ചെയ്യുന്ന നമ്മുടെ സ്ട്രിംഗ് എവിടെ എത്തി, നമ്മൾ നൾ സ്ട്രിംഗിലെത്തി. ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, Z ആണ്, ഒന്നും ചെയ്യേണ്ട, റൈറ്റ്. ദാറ്റ് മീൻസ് ഇത് അക്സെപ്റ്റഡ് സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് അതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സ്റ്റേറ്റും കൂടെ ഇത് ഇവിടെ എഴുതിയിട്ട് എപ്സിലോൺ Z ബാർ Z എന്ന് പറഞ്ഞിട്ട് ഇവിടെ Q2 എന്ന് വേറൊരു സ്റ്റേറ്റ് കൊടുക്കുക. ഇതിന് ഫൈൻ, ഇങ്ങനെയും ചെയ്യാം. ദാറ്റ് ഈസ് യുവർ വിഷ്. ഓൾറൈറ്റ്. ഇനി അടുത്തൊരു എക്സാമ്പിളോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ്, 0 raised to n, 1 raised to m, 0 raised to n. സപ്പോസ് ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ്. എം എൻ എന്താണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്, റൈറ്റ്. സോ ഇതിന്റെ അർത്ഥം എന്താണ്, എത്ര സീറോസ് ഉണ്ട് അത്രയും തന്നെ എന്താണ്, സീറോസ് വരണം. ഇടയ്ക്ക് എത്ര 1 വേണമെങ്കിൽ വരാം. ഓൾറൈറ്റ്. ദാറ്റ് മീൻസ് സംതിങ് ലൈക്സ് നമ്മൾ 0 0 എടുക്കുവാണെങ്കിൽ 1 നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിൽ വരാം. പക്ഷേ അടുത്ത 1 കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സീറോസ് എത്രയാണ്, ആദ്യം എത്ര സീറോസ് ഇൻസേർട്ട് ചെയ്തു അത്ര തന്നെ സീറോസ് വരണം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ട്രിങ്ങിന് നമുക്ക് PDA വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓൾറൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, യു ക്യാൻ സീ ഇൻ ദിസ് PDA നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ PDA n number of zeros are followed by any number of ones followed by n number of zeros. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ഐഡിയ എന്താണ്, പുഷ് ഓൾ സീറോസ് ഓൺ ടു ദ സ്റ്റാക്ക് on encountering first zeros. Then if we read 1, just do nothing. Then read 0 and on each read of 0, pop 1 0 from the stack. ഇതിന്റെ മീനിങ് എന്താണ്, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളിങ്ങനെ സ്റ്റാക്ക് എടുത്തു, റൈറ്റ്. സപ്പോസ് നമ്മുടെ എക്സാമ്പിളിൽ 0 0 0, റൈറ്റ്, 3 zeros and 1 1 എന്നിട്ട് 3 zeros ആണ്. ഒബ്വിയസ്ലി 3 zeros വേണം. ഇതെന്താണ്, 0 raised to n, 1 raised to m and 0 നിർബന്ധമായിട്ട് എന്താണ്, എത്ര n ആണോ അത്രയും ഇവിടെ വരണം. ഓൾറൈറ്റ്. സോ ഈ എക്സാമ്പിൾ വാലിഡ് ആണ്. Z ആണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് സപ്പോസ്. അപ്പൊ എന്താ പറയുന്നത്, സീറോസ് വരുവാണെങ്കിൽ നമ്മൾ സീറോസ് ഇട്ടിട്ട് പോകും, റൈറ്റ്. 1 വന്ന് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് 0 ഒന്നും ചെയ്യില്ല, വെറുതെ വിട്ടേക്കും, റൈറ്റ്, ഒന്നും ചെയ്യത്തില്ല, റൈറ്റ്. പിന്നെ 1 എത്ര 1 വരുമോ ഒന്നും നമ്മൾ ചെയ്തില്ല. പിന്നെ വീണ്ടും ഒരു 0 വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ എത്ര സീറോസ് ആണോ ഇൻസേർട്ട് ചെയ്ത് അത്ര സീറോസ് നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്താണ്, അത് അക്സെപ്റ്റബിൾ ആണ്, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും 0 വന്നു, നമ്മൾ പോപ്പ് ചെയ്തു, വീണ്ടും 0 വന്ന് പോപ്പ് ചെയ്തു, വീണ്ടും 0 വന്ന് പോപ്പ് ചെയ്തു, നമ്മൾ Z കണ്ടു. ഓൾറൈറ്റ്. വേറൊരു സിനാരിയോ, നമ്മൾ അക്സെപ്റ്റ് ആവാത്ത ഒരു സിനാരിയോ കൂടെ നമുക്ക് നോക്കാം. ഓൾറൈറ്റ്. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവും. സപ്പോസ് 0 0 0 1 1 0 0 0 0, റൈറ്റ്. ഇത് തീർച്ചയായിട്ടും ഇതെന്താണ്, ഈ പെർട്ടിക്കുലർ ലാംഗ്വേജ് അല്ല. നമുക്ക് നോക്കാം. Z നമ്മൾ എന്താണ് നമ്മുടെ ലോജിക്, സീറോസ് വരുമ്പോൾ ഇൻസേർട്ട് ചെയ്ത് പോവുക, റൈറ്റ്. 1 വന്നപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല. അടുത്ത സീറോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 0 റീഡ് ചെയ്തു, പോപ്പ് ചെയ്തു, ഈ 0 റീഡ് ചെയ്തു, പോപ്പ് ചെയ്തു, ഈ 0 റീഡ് ചെയ്തു, പോപ്പ് ചെയ്തു, റൈറ്റ്. സി ഇവിടെ ഞാൻ 0 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റാക്ക് സിമ്പിൾസ് വരാം, A ക്യാപിറ്റൽ B ആണ് ഇവിടെ വരേണ്ടത്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഈ സീറോസ് എഴുതിയുള്ളൂ, റൈറ്റ്. ഇനി അടുത്തൊരു 0 വന്നപ്പോൾ വല്ല ഉണ്ടോ സ്റ്റാക്ക് സിമ്പിളിൽ, Z ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, എന്തോ മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ട്. Z വന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം അക്സെപ്റ്റ് ആവുകയാണ്. പക്ഷെ എന്താണ്, നമ്മുടെ ഇവിടെ എന്തുണ്ട്, ഒരു
എക്സ്ട്രാ ഇൻപുട്ടും കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഈ സ്ട്രിങ് അക്സെപ്റ്റ് ആവത്തില്ല എന്നർത്ഥം. ഓൾറൈറ്റ്, സോ നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സപ്പോസ് എക്സാമ്പിൾ നമ്മൾ എന്താണ് സിമ്പിൾ 0 0 1 1 1 0 0 എടുത്തു. ഓൾറൈറ്റ്, നൗ നമ്മുടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, Z ആണ്. ഓൾറൈറ്റ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, Q0 നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്, 0 റീഡ് ചെയ്തു, ഈ 0 നമ്മൾ റീഡ് ചെയ്തു. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, Z ആണ്. അപ്പൊ എന്ത് സംഭവിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, എനെ പുഷ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റാക്ക് സിമ്പിൾ എ, ക്യാപിറ്റൽ എ. നമ്മൾ എന്ത് ചെയ്യും, ക്യാൻ സി എ വരും. റൈറ്റ്, എ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അടുത്ത നമ്മൾ എന്താണ്, വീണ്ടും നമ്മൾ എന്താണ് Q0 തന്നെ നിൽക്കുവാണ്. അടുത്ത 0 നമ്മൾ വായിച്ചു. റൈറ്റ്, ആൻഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, എ ആണ്. ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എ ഇൻസേർട്ട് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ സ്റ്റാക്ക് ഓഫ് ദി സിമ്പിൾ എ കിടക്കുവാണ്. ഓൾറൈറ്റ്, ഇനി സിറ്റുവേഷനിൽ 1 വരുവാണ്. റൈറ്റ്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ആണ്. നമ്മൾ എന്താ പഠിച്ചത്, ഒന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, Q1 സ്റ്റേറ്റിൽ തന്നെ വെച്ചിട്ട് Q1 സ്റ്റേറ്റിലോട്ട് പോകും. 1 വരുമ്പോൾ നമ്മൾ Q1 സ്റ്റേറ്റിലോട്ട് പോവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഇരിക്കും. ഓൾറൈറ്റ്, അതാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. Q0 1 1 A 1 നമ്മൾ എന്താണ് യൂഷ്വലി പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്സിലോൺ ഇടണം. പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ അഡീഷണലി ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒന്നും ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ റീപ്രസെന്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇനി Q1 സ്റ്റേറ്റിലോട്ട് വന്നു. റൈറ്റ്, Q1 സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ 1 വായിക്കുവാണ്. എ ആണ് ടോപ്പ് സൈഡ്, നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട. റൈറ്റ്, ഇനി ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് 0 വരുവാണെങ്കിൽ Q1 സ്റ്റേറ്റിൽ ഇരിക്കുവാണ്, 0 റീഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഈ 3 വൺസ് വന്നപ്പോൾ ഒന്നും ചെയ്തില്ല. അടുത്ത 0 നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ Q1 സ്റ്റേറ്റിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു എ പോപ്പായി. റൈറ്റ്, വീണ്ടും നമ്മൾ എന്താണ് Q1 സ്റ്റേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, 0 വായിക്കുവാണ്. അടുത്ത 0 നമ്മൾ വായിച്ചു. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. ഈ സിറ്റുവേഷനിൽ അടുത്ത നമ്മൾ യു ക്യാൻ സി ഇത് അടുത്ത എന്താണ്, Q1 സ്റ്റേറ്റിൽ നമ്മൾ എന്താ, നമ്മൾ നൾ സ്ട്രിംഗിലോട്ട് എത്തി. നമ്മൾ നൾ സിമ്പിളിലോട്ട് എത്തി. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണ്, Z ആണ്. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ Q1 സ്റ്റേറ്റിലോട്ട് തന്നെ നിൽക്കുക. അതെന്തായിരിക്കും, നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അക്സെപ്റ്റഡ് ആയി. അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു എക്സ്ട്രാ Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് ഇവിടെ Q2 ആക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് യുവർ വിഷ്. ഓൾറൈറ്റ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. 0 ഇനീഷ്യലി. റൈറ്റ്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് Z ആണ്, എ ഇട്ടു. റൈറ്റ്, ഇനി യു ക്യാൻ സി ഇവിടെ എ അല്ല 0 ആണ്. സോറി, 0 ആൻഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്തായിരിക്കും, എ. നമ്മൾ എന്ത് ചെയ്യണം, എ ഇൻസേർട്ട് ചെയ്യണം. ഇനി ആ സിറ്റുവേഷനിൽ 1 വരുവാണ്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ആണ്. നമ്മൾ ഒന്നും ചെയ്യത്തില്ല. Q1 സ്റ്റേറ്റിലോട്ട് വന്നു. Q1 സ്റ്റേറ്റിൽ വീണ്ടും നമ്മൾ എന്താ 1 ആൻഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ഒന്നും ചെയ്യത്തില്ല, അത് തന്നെ ഇരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് 0 വരുവാണ് ആൻഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. ആൻഡ് ചെയ്ത് നമ്മൾ എന്താണ്, ലാസ്റ്റ് നമ്മൾ നൾ സിമ്പിൾ വായിക്കുവാണ്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് Z ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എന്താ Q1 സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. അങ്ങനെയാണ് ഇതിനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ കാര്യം നമ്മൾ ഇവിടെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു Q2 സ്റ്റേറ്റ്മെന്റ് ഫൈനൽ ആക്കി കൊടുക്കുകയും ചെയ്യാം. രണ്ടും പ്രോപ്പർ രീതി തന്നെയാണ്, രണ്ടും കറക്റ്റ് ആണ്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദീസ് 2 എക്സാമ്പിൾസ്. ഇനി നിങ്ങൾക്ക് PDA നിങ്ങളുടെ ഒരു ഐഡിയയിൽ എന്താണ് യൂഷ്വലി നമ്മുടെ ടൂൾ എന്താണ്, ജസ്റ്റ് നമ്മൾ ഒരു സ്റ്റാക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ CFGs CFLs നമുക്ക് അക്സെപ്റ്റ് ചെയ്യും. CFL എന്ന് പറയുമ്പോൾ കോൺടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ ചിന്തിച്ച് ഇതിനെ ചെയ്യാൻ സാധിക്കും. എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒബ്വിയസ്ലി സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാൻ അതിനെ സോൾവ് ചെയ്തിട്ട് വീഡിയോ റിലീസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ താങ്ക് യു ഫോർ വാച്ചിങ്.